ഇന്ത്യയും പാകിസ്ഥാനും വീണ്ടും നേർക്കുനേർ ഏറ്റുമുട്ടുകയാണ്. കാരണം ബസുമതി. സംശയിക്കേണ്ട, ബസുമതി അരി തന്നെ. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ അടയാളമായ ബസുമതി അരി ലോകമെമ്പാടുമുള്ള ഭക്ഷണപ്രേമികളുടെ ഇഷ്ടഭക്ഷണമാണെന്ന് ഞാൻ പറയണ്ടല്ലോ. അതുമാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ശക്തിയുടെ പ്രതീകം കൂടിയാണ്. എന്നാൽ ഈ അരിയെ ചൊല്ലി പാകിസ്ഥാനുമായുള്ള ഒരു തർക്കം ഇതിൻ്റെ സംരക്ഷിത പദവി കുറയ്ക്കുകയും ഇന്ത്യയുടെ യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര കരാറിനെ തന്നെ ബാധിച്ചിരിക്കുകയുമാണ്. ബസ്മതി അരി ലോകത്തിലെ ഏറ്റവും മൂല്യവത്തായ അരികളിലൊന്നാണല്ലോ. ഇന്ത്യയും പാകിസ്ഥാനുമാണ് ഈ അരിയുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഉൽപ്പാദകർ. പക്ഷേ ബസ്മതി എന്ന പേരിൻ്റെ അവകാശം ആർക്കാണെന്ന കാര്യത്തിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്. ഇന്ത്യയുടെ നിലപാട് വ്യക്തമാണ്. ഈ പേരിൻ്റെ സംരക്ഷണം നമ്മുടെ പാരമ്പര്യത്തെയും സാമ്പത്തിക അവകാശങ്ങളെയും സംരക്ഷിക്കാനാണ്. ഇനി അല്പം പിറകിലേക്ക് പോയാൽ ബസ്മതി അരി പ്രധാനമായും പഞ്ചാബിലെ പഴയകാല നെൽപ്പാടങ്ങളിലാണ് വളരുന്നത്. ഈ പ്രദേശം 1947 വിഭജനത്തോടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മുറിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഹരിയാന തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ബസ്മതിയുടെ പ്രധാന കൃഷിഭൂമി. ഈ അരി നൂറ്റാണ്ടുകളായി നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗവുമാണ്. ഇതിനിടെ 2000-2001 തുടക്കത്തിൽ അമേരിക്കയിലെ റൈസ്ടെക് കമ്പനി ബസ്മതി എന്ന പേരിൻ്റെ പേറ്റന്റ് നേടുകയും അതിനെതിരെ അന്ന് ഇന്ത്യയും പാകിസ്ഥാനും ഒരുമിച്ച് പോരാടുകയും ആ പേറ്റന്റ് റദ്ദാക്കിക്കുകയും ചെയ്തു. അതിന് പിന്നാലെ യൂറോപ്യൻ യൂണിയനിൽ യുണൈറ്റഡ് ജിയോളജിക്കൽ ഇൻഡിക്കേഷൻ അല്ലെങ്കിൽ GIന് അപേക്ഷ നൽകാൻ ജോയിന്റ് വർക്കിംഗ് ഗ്രൂപ്പുകളും രൂപീകരിച്ചു. എന്നാൽ 2008 മുംബൈ ഭീകരാക്രമണം പാകിസ്ഥാനുമായുള്ള സകല സഹകരണവും നിർത്തിവെക്കുകയും 2017 ഇന്ത്യ സ്വന്തമായി GIക്ക് അപേക്ഷ നൽകുകയും ചെയ്തു. എന്നാൽ യൂറോപ്യൻ യൂണിയനിൽ ബസ്മതി എന്ന പേരിനെ സംരക്ഷിക്കാൻ നൽകിയ ഈ അപേക്ഷ 7 വർഷമായി തീരുമാനമാകാതെ കിടക്കുകയാണ്. ഈ GI അപേക്ഷ വിജയിച്ചാൽ ബസ്മതിയുടെ പാരമ്പര്യവും ഗുണമേന്മയും സംരക്ഷിക്കുന്നതിനും ഇതേ പേരിൽ മറ്റരികൾ വ്യാപിക്കാതിരിക്കാനും ഇന്ത്യൻ ഉൽപ്പാദകർക്ക് ഉയർന്ന വിലയിൽ വിൽക്കാനും സാമ്പത്തിക നേട്ടം ഉറപ്പാക്കുന്നതിനും കാരണമാകും. പക്ഷേ നിർഭാഗ്യവശാൽ 2023 പാകിസ്ഥാന് സ്വന്തമായി EUവിൽ ബസുമതിയുടെ GIക്കായി അപേക്ഷ നൽകി. ആ അപേക്ഷയിൽ POK പ്രദേശത്തെ 4 ജില്ലകളും അവർ ഉൾപ്പെടുത്തി. ഇവിടങ്ങളിലും ബസുമതി അരി കൃഷി ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്ത്യയുടെ കാഴ്ചപ്പാടിൽ POK ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ അവകാശം ഇന്ത്യ ഒരിക്കലും അംഗീകരിക്കില്ല. നിലവിൽ യൂറോപ്യൻ യൂണിയൻ വ്യാപാര പ്രതിനിധികൾ ഇന്ത്യയുമായുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് അന്തിമമാക്കാൻ ഇന്ത്യയുമായി ചർച്ചകളിൽ ഏർപ്പെട്ടു വരികയാണ്. നമ്മുടെ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പറയുന്നത് ഈ ബസ്മതി വിവാദമാണ് ഈ കരാറിനെ ഇപ്പോൾ സങ്കീർണമാക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ ഉദ്യോഗസ്ഥർ ഇന്ത്യയുടെ അവകാശവാദം അംഗീകരിക്കാൻ തയ്യാറാവുകയും ബസ്മതി ഇന്ത്യൻ പാരമ്പര്യത്തിന്റെ ഭാഗമാണെന്നും പാകിസ്ഥാന്റെ അപേക്ഷ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ശ്രമമാണ് എന്ന് അവർ പാകിസ്ഥാനെ തുറന്നു പറയുകയും ചെയ്തു. പക്ഷേ പാകിസ്ഥാനുമായുള്ള ഡിപ്ലോമാറ്റിക് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ GI അപേക്ഷയിൽ തീരുമാനം വൈകുകയാണ്. ഇനി കണക്കുകൾ പരിശോധിച്ചാലും 2024-25 ഇന്ത്യയുടെ ബസുമതി അരിയുടെ കയറ്റുമതി ഏകദേശം 51,000 കോടി രൂപയുടേതാണ്. ഇതേസമയം പാകിസ്ഥാന്റെ കയറ്റുമതി ഇതിൻ്റെ 1/3 താഴെയും. എന്നിരുന്നാലും ഈ വിവാദം ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ FTA ബാധിക്കുന്നു. ഇന്ത്യ നമ്മുടെ പാരമ്പര്യത്തെ സംരക്ഷിക്കാനും സാമ്പത്തിക നേട്ടങ്ങൾ ഉറപ്പാക്കാനും ശ്രമിക്കുമ്പോൾ പാകിസ്ഥാന്റെ അപേക്ഷ രാഷ്ട്രീയമായ ഒരു നീക്കം മാത്രമാണ്, സാമ്പത്തികപരമല്ല. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ യൂണിയൻ നിഷ്പക്ഷത പാലിക്കണം. ഇത് നമ്മുടെ കർഷകർക്കും വ്യാപാരത്തിനും വേണ്ടിയുള്ള പോരാട്ടമാണ്. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കൂ.